സിന്ധു കാവേരി ജലയസ്മിൻ സന്നിധി ഗുരു. തീർത്ഥജലമായിരിക്കുന്നു. ഇനി നമ്മൾ പിതൃക്കളെ ആവാഹിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്രിയ പാർവണ ശ്രാദ്ധം എന്നാണ് പറയുക. ഒരാൾ മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരിച്ച നക്ഷത്ര ദിവസം നോക്കിയിട്ട് അടുത്ത വർഷം ചെയ്യുന്നത് ഏകോദിഷ്ട ശ്രാദ്ധമാണ്. ഒരാളെ മാത്രം ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ദർഭ മുറിച്ചു വെച്ചത് ആ ഇലയിലെ വിരിച്ചു വെക്കാതെ ആ കൂർച്ച മറ്റം കെട്ടിയ ദർഭ മാറ്റി വെക്കണം. അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ ആത്മാക്കളെ ആവാഹിക്കുകയാണ്. ആ കൂർച്ചമെടുക്കുക, അറ്റം കെട്ടിയത് എടുക്കുക, അല്പം എള്ളെടുക്കുക, അക്ഷതമെടുക്കുക, അരിയും നെല്ലും. ഇത് വളരെ ഭയഭക്തി സ്പർശിച്ച് ഹൃദയപൂർവം മാതൃവംശേ മൃഗായേച്ച ഇത് വളരെ ഭക്തിയോട് കൂടിയിട്ട് പീഠത്തിൽ വെക്കുക. ഇത് തിലോദക ക്രിയ. എന്താണ് തിലോദക ക്രിയ എന്നറിയാം. തിലം എന്ന് പറഞ്ഞാൽ നെല്ല്, ഉദകം എന്ന് പറഞ്ഞാൽ എള്ളും വെള്ളവും ചേർത്ത് കൊടുക്കുന്ന ക്രിയയാണ് തിലോദക ക്രിയ. രാമായണത്തിലെ കാളഹസ്തി, മധുര, കാമാക്ഷി, ശ്രീരംഗം, കമലാലയാരുണഗിരിയും, ശ്രീ കുംഭകോണാവിധം, ശ്വേതാരണ്യപൂരം, ചിദംബരസഭ, മോക്ഷയ, ഈ പറഞ്ഞിട്ടുള്ള പുണ്യസ്ഥലങ്ങളിലുള്ള ചൈതന്യങ്ങളെല്ലാം ഒരുപാട് കയർത്തിട്ടുണ്ട്, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്നും മനഃപൂർവമല്ല, നാം അറിയാതെ ചെയ്തു പോയതാണ്. ആ തെറ്റുകുറ്റങ്ങളെല്ലാം അവരുടെ മുമ്പിൽ അവരുടെ തൃപ്പാദങ്ങൾ പിടിച്ചുകൊണ്ട് മാപ്പപേക്ഷിക്കുക.